കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രോത്സവ ദിവസം വിശ്വാസികളെ പ്രകോപിപ്പിക്കാൻ വീണ്ടും CPM ശ്രമം. വിളക്ക് വെച്ച് ആരാധന നടക്കുന്ന ആൽത്തറയ്ക്ക് മുകളിലൂടെ പാർട്ടി കൊടി കെട്ടി പ്രകോപനം. ഇത് കടയ്ക്കലാണ്, ഇവിടെയെല്ലാം പാർട്ടിയാണ് എന്നെഴുതിയ വാചകം കൊണ്ടാണ് ആ കൊടി സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തെക്കാൾ വലുത് പാർട്ടിയാണെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, കടയ്ക്കൽ എന്ന സ്ഥലം ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ആദ്യമായിട്ടല്ല. ക്ഷേത്രോത്സവത്തിനെതിരെ, വിശ്വാസങ്ങൾക്കെതിരെ, ഹൈന്ദവാചാരങ്ങൾക്കെതിരെ എക്കാലവും ഒരു വ്രണപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തികൾ ഉണ്ടാകുന്ന സ്ഥലമാണ് കൊല്ലം കടയ്ക്കൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേവി ക്ഷേത്രോത്സവ ദിവസം വിശ്വാസികളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ഒരു ശ്രമം വീണ്ടും ഉണ്ടാവുകയാണ്, അല്ലേ? അമൽ, ഇത് ആദ്യമായല്ല കടയ്ക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ CPMൻ്റെ പ്രാദേശിക നേതൃത്വമൊക്കെ ഇടപെട്ട് അവിടെ ഒരു ഗാനമേള നടത്തിയിരുന്നു. ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി ഒരു ഗാനമേള. അതിൽ ഉൾപ്പെടെ പാർട്ടി ഗാനം ആലപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. അതിനുശേഷം അത് ദേവസ്വം ബോർഡ് നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ കടയ്ക്കൽ തിരുവാതിര മഹോത്സവം. അതെല്ലാ കാലത്തും വലിയ ആഘോഷമായി തന്നെ നടത്തുന്ന ഉത്സവം. ഈ ഉത്സവത്തിനിടെയാണ് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആൽത്തറ, അതായത് ഹൈന്ദവ വിശ്വാസികൾ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ഈ ആൽത്തറയാണ്. ആൽത്തറയ്ക്ക് മുകളിൽ 2-3 കൊടികളാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. അതായത് ഒരു കൊടിയിലെ വാചകമെന്ന് പറയുന്നത് ഇത് കടയ്ക്കലാണ്, ഇവിടെ പാർട്ടിയാണ് എല്ലാം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ചെഗുവേരയുടെ ഉൾപ്പെടെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആൽത്തറയ്ക്ക് മുകളിലായി, ആലിന് മുകളിലായി 2 കൊടികൾ അല്ലാതെയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വം അവിടേക്ക് എത്തുന്ന വിശ്വാസികളെ പ്രകോപിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പതാകയൊക്കെ അവിടെ കെട്ടിയിരിക്കുന്നത്. അതായത് കടയ്ക്കൽ ക്ഷേത്രം അത് CPMൻ്റെ അധീനതയിലുള്ളതാണ് എന്നും ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുമൊക്കെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു CPMൻ്റെ രാഷ്ട്രീയവത്കരണം ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഈ ചിത്രങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. കാരണം കടയ്ക്കൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഉപദേശക സമിതിയിൽ കൂടുതലും ഈ CPM അനുഭാവികളെയാണ് ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാർട്ടി പരിപാടികൾ നടത്തുവാനുള്ള ഒരു വേദിയാക്കി ഈ ക്ഷേത്രത്തെ മാറ്റിയെന്നുള്ളതാണ് മുൻകാലങ്ങളിലൊക്കെ നടന്നു വന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അലോഷി ഉൾപ്പെടെയുള്ള ഗായകരെ കൊണ്ടുവന്ന് അവിടെ പാർട്ടി ഗാനം പാടിപ്പിക്കുകയാണ്. അതിലാണ് വലിയ പ്രതിഷേധം പിന്നീട് ഉയർന്നതും നടപടിയിലേക്കൊക്കെ കടക്കുന്നതും. അതിനുശേഷവും ഇത് തുടരുകയാണ്. ഈ ആൽത്തറയ്ക്ക് നേരത്തെയും ഈ ആൽത്തറയിൽ ഇത്തരത്തിലുള്ള എഴുത്തുകളും അതോടൊപ്പം തന്നെ കൊടിയൊക്കെ കെട്ടുന്നതാണ് ഈ CPMൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം അവിടേക്ക് എത്തുന്ന വിശ്വാസികളോട് വെല്ലുവിളിക്കുകയാണ്. ഇത് CPMൻ്റെ ഒരു പാർട്ടി ഗ്രാമമാണ്, അല്ലെങ്കിൽ പാർട്ടി ക്ഷേത്രമാണ് എന്നുള്ള രീതിയിൽ, ഇവിടെ മറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള വാചകങ്ങൾ കൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വേദന ഉളവാക്കുന്നതാണ്. കാരണം ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ഒരു ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ അതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള പാർട്ടി നയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവിടെ ഒരു രാഷ്ട്രീയവത്കരണം നടത്താൻ ശ്രമിക്കുമ്പോൾ അതാണ് വലിയ വിഷമമായി ഭക്തർക്കിടയിൽ മാറുന്നത്. അതുതന്നെയാണ് പ്രതിഷേധമായി ഉയരുന്നത്.